ഒരു ഉമ്മ കൊടുത്തേ എല്ലാവർക്കും. ആ ആ ആ താങ്ക് യു. ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നാ നിന്റെ കൂട്ട് പറഞ്ഞാൽ പറ്റുമോ നിങ്ങൾക്ക്? സംഗതി ആയിന്നാ ഇവര് പറയുന്നത് കേട്ടോ. നമ്മളെ നാട്ടുകാരെ ആള് പൊളി കേട്ടോ. മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകുന്ന ഒരു സ്ഥലം തന്നെ കേട്ടാ ഷാർജ നാഷണൽ പാർക്ക്. ഇവിടെ വന്നാൽ ശരിക്കും സങ്കടങ്ങളെല്ലാം മാറുന്ന എനിക്ക് തോന്നുന്നു. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും ഡിജീസ് വേൾഡിലേക്ക് സ്വാഗതം. സ്വാഗതം സ്വാഗതം. നമ്മളെ കൂടെ കാര്യമായ ആൾക്കാരുണ്ട് കേട്ടാ. സുഭാഷ് ഏട്ടനുണ്ട്, വേക്കിൽ ഇതാ നീതുണ്ട്. നീതൊട്ട് നീത് ഒളിച്ചിരിക്കുന്ന പോലെ അല്ല കേട്ടാ, സീറ്റിന്റെ വേക്കിലേണ്ട. ഇതാ മക്കളുണ്ട് കേട്ടാ. ഈ മക്കളെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ആരും. പേര് പറയും രണ്ടാളി. പറ പറ. എന്താ ഞാൻ പറയണോ മാം പറയണോ? ദിയാര ദൈവിക്കുന്ന കേട്ടാ പേര് അല്ലേ? അങ്ങനല്ല, അത്രേ ഉള്ളൂ. ഇത്രേരാ പറയേണ്ടത്. അപ്പൊ ഇവര് നമ്മളെ സ്വന്തം ആളാട്ടോ. അറിയില്ല എല്ലാവർക്കും, അറിയില്ല, അന്ന് നിങ്ങളെല്ലാം കണ്ടിട്ടില്ലോ. നമ്മളെ ചാനല് തുടങ്ങി കഴിഞ്ഞിട്ട് ഇവരെ, ഞാൻ നാട്ടിൽ വന്ന സമയത്തല്ലേ ചാനൽ തുടങ്ങിയത്. നമ്മളെ സ്വന്തം തപങ്ങളത്. ഇത് അളിയാൻ കേട്ടാ. ഇത് നമ്മളെ മക്കള് പണ്ട് ശരിക്കും തുടങ്ങണേ ചാനല്. ഇനി പാർട്ടി കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇന്നടത്തൊക്കെ പോകുന്നു പറഞ്ഞിട്ടില്ല. നമ്മള് ഷാർജ നാഷണൽ പാർക്കിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് പണ്ട് നമ്മള് പോയിട്ട് ഈത്തപ്പഴെല്ലാം പറിച്ച ഓർമ്മയുണ്ട്. ഞാൻ ഇന്ന് സഞ്ചി എടുക്കുന്ന വെച്ചു. പയ്യ മാറുന്ന ഉണ്ടാവില്ല അല്ലെ? നമ്മൾ സഞ്ചിയിൽ പറിച്ചാൽ ഓർമ്മയില്ല. പിന്നെ ഈത്തപ്പഴം നാട്ടിൽ കൊണ്ടുവരുന്നൊന്നും അല്ല കേട്ടോ. എല്ലാം ശരിക്കും പറിച്ചിട്ട് കഴിഞ്ഞാൽ മരത്തുനിന്ന് പറിച്ചു മരണ ടേസ്റ്റ് ആണ്. ചെറിയ നല്ല ടേസ്റ്റ് കൂടിയാണ്. നമുക്ക് റോഡിന്റെ കാഴ്ചകളാണല്ലോ. അതൊരു ദിവസം നമുക്ക് എന്തായാലും പോയിട്ട് എടുക്കണം അതിന്റെ വീഡിയോ. അതെ, കൈനെ കൊണ്ട് എത്തുന്ന സ്ഥലത്താണ്. നല്ല സ്ഥലമാണത്. ഓക്കെ, നമുക്ക് കാണാലോ കാഴ്ച റോഡിന്റെ. ഏതാ കഴിഞ്ഞ വീഡിയോ എടുത്തു. നല്ലതാണ്. ചില സമയത്ത് പെറ്റ്സിന്റെ ഷോ ഉണ്ടാവും. അതെയാ, ചില സമയത്ത് ഷാർജയിലാട്ടോ നമ്മളുള്ളത്. ഷാർജയിലെ റോഡുകളാണ്. ദേവികുമം പറയുന്നുണ്ട് കേട്ടാ. അതെയാ, ഫ്ലൈറ്റ് അല്ലേ വന്നി പോയെ? എയർപോർട്ടല്ലല്ലോ. ആ ഫ്ലൈറ്റ് പോകുന്നതാ. അതെയാ, എന്നിട്ടാ എന്നിട്ട് അപ്പാട് പോയി. അതെയാ, അത് ഹെലികോപ്റ്റർ ആയിരിക്കും എന്നാല് അല്ലേ? അല്ല, രണ്ടാളും കൂടെ നമ്മളെ എല്ലാവർക്കും ഓരോ ഹായ് പറഞ്ഞ. ഹായ് പറഞ്ഞില്ല, സുന്ദരി പറഞ്ഞില്ല. പറ ഹായ് നച്ചത്ത് പറയണം. ഓക്കെ, താങ്ക് യു. ഖുറാൻ റൗണ്ട് പോട്ടെ കേട്ടോ. ഖുറാൻ റൗണ്ട് പോട്ടെണ്ടാ. മേലെ വരുമ്പോ കാണണം. ഖുറാനാണ് അതിന്റെ മേലെ വെച്ചിട്ടുള്ളത് അല്ലേ? ഇതാണല്ലേ. ഇവിടെ ഒരു രസം തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നവരോട് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ വരാൻ പറ്റാത്തവർക്ക് അതിന്റെ സങ്കടം മാറ്റാനാണ് നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്ന കേട്ടാ. എല്ലാവർക്കും കാണാലോ. എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നമ്മളിവിടെ പ്രതീതി ഉണ്ടാവും. അതെ, എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും കമന്റെല്ലാം ചെയ്യുക, ഷെയറെല്ലാം ചെയ്ത് കൊടുക്കുക. അന്നേരം നമുക്ക് ചെയ്യാനുള്ള ആവേശം കൂടും. ഓരോ സ്ഥലത്തും പോവാം. അതെ, ക്രീക്ക് പോയിരിക്കാം. കുറെ സ്ഥലത്തോട്ട് പോകാം. പക്ഷെ മറ്റേ പോവാനാ സ്ഥലമില്ലാതെ അല്ലേ? ഹാങ്ങിങ് ഗാർഡൻ ഉണ്ട് പോകാൻ. അത് എപ്പോ വന്നേ? ആദ്യം ഉണ്ടാ രാത്രി കാണാൻ മാത്രം ഭംഗിയായിരിക്കും അല്ലേ? ഇത് എയർപോർട്ട് റോഡാണ് കേട്ടോ. ഷാർജ എയർപോർട്ട് കഴിഞ്ഞില്ലല്ലോ.
വണ്ടികൾ ഒരുപാടുണ്ട്. ഇന്ന് അവധി ദിവസം ഇവിടെ, അപ്പൊ അതിൻ്റെതായ വണ്ടികൾ കാണും. ഷാർജ നാഷണൽ പാർക്ക് അടിപൊളി ബെൻസ് വരുന്നുണ്ടാ. സുന്ദരിങ് നമ്മള് പാർക്കിന്റെ അകത്തേക്ക് പ്രവേശിച്ചേട്ടാ. മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകുന്ന ഒരു സ്ഥലം തന്നെ കേട്ടാ ഷാർജ നാഷണൽ പാർക്ക്. ഇവിടെ വന്നാൽ ശരിക്കും സങ്കടങ്ങളെല്ലാം മാറുന്നതാണ് എനിക്ക് തോന്നുന്നു. പച്ചപ്പും ആ പ്രകൃതി ഭംഗിയും എല്ലാം ആസ്വദിക്കാൻ പറ്റും. ചങ്ങായിമാരെ, ഈ സാധനത്തിന് അറിയാം നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് ഗൾഫിലെ എണ്ണാക്കൊട്ടം കേട്ടാ. അടുത്ത് പോയി നോക്കട്ടെ, നിൽക്കാൻ നോക്കാം നമുക്ക്. കണ്ടോ, അടിപൊളി, നല്ല സ്റ്റൈലിൻ്റെ കേട്ടോ അതിനെ കാണാൻ. ഇത് ആൾക്കാരോട് മെരുക്കുള്ളതാന്ന് പോകുന്നില്ല. ഞാൻ അടുത്തെത്തി. ഇതാ മക്കള് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. കുഞ്ഞു മക്കൾക്കെല്ലാം ഇവിടെ വന്ന നല്ല സുഖമാണ്. ഇതാ ഇറക്കി വിട്ടുകൊടുത്തല്ലേ, അടിപൊളി. അതിന്റെ 360 വ്യൂ കണ്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാലോ, എന്തുണ്ട് സുഭാഷേട്ടാ നിങ്ങളെ അഭിപ്രായം എന്നാ? നമ്മൾ ഇവിടെ വന്നാലും മനസ്സിന് സന്തോഷം കിട്ടുന്നതല്ലേ? കാരണം എന്ന് വെച്ചാൽ, ഒന്ന് നിന്റെ അവസ്ഥയിൽ പറയുമ്പോ അമ്മയും എല്ലാരും ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു ഇടിക്കുന്ന. അത് പ്രത്യേകിച്ച് എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പോരാതെ തന്നെ എപ്പം വന്നാലും ഇവിടെ കുറെ ആൾക്കാരും ബഹളമായിട്ടുള്ള പിന്നെ നമ്മള് നാടും എല്ലാം വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയെന്നെല്ലാം മാറി പച്ചപ്പും ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് കിട്ടും. അതുകൊണ്ട് ഇപ്പൊ നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു അവസ്ഥ തന്നെ ഇവിടെ എപ്പോ ഉണ്ടാവും. മറ്റേ ഈത്തപ്പഴത്തിന്റെ അവസ്ഥ ഇതൊന്നും പറയാതെ നമ്മളൊരു മാസം 5-6 പ്രാവശ്യം വരുന്ന സ്ഥലം. ഇവള് B.Ed എല്ലാം കഴിച്ച ടീച്ചറാട്ടാ. ടീച്ചറായിട്ട് പക്ഷെ വർക്ക് ചെയ്യാൻ പോയിട്ടാന്നേ ഉള്ളൂ അല്ലേ? ചങ്ങായിമാറ ഇതാണ് ഈന്തപ്പനാട്ടാ എടുത്തെ. ഈന്തപ്പഴം ഉണ്ടായി കിടക്കുന്നുണ്ടാ, പക്ഷെ പച്ചയാണ്. ഇത് പഴുക്കാൻ കുറച്ച് ടൈം എടുക്കും. പഴുത്തിട്ടാകുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടാ. ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇതാ നമ്മുടെ 2 മക്കളെ കണ്ടാ. ദിയാര ദേവിക്, ദിയാര സുഭാഷ്, ദേവിക് സുഭാഷ് അല്ലേ? ഈത്തപ്പഴം ഉണ്ട്. ഇങ്ങോ രണ്ടാളിങ്ങോ ഒരു ഉമ്മ കൊടുത്തേ എല്ലാവർക്കും. താങ്ക് യു. നമുക്ക് പോവാം. 2 ഇണക്കുരുവികൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടോ. ഇനി നമുക്ക് പോയിട്ട് സ്വർഗത്തിലെ കട്ടുറുമ്പാകാം. പാർക്കിന്റെ അകത്തോട്ട് പോകുന്ന ട്രെയിൻ കണ്ടാ. കുട്ടികളും വലിയ ആളെല്ലാം കയറിയിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത്. നല്ല രസമാണ് കാണാൻ. വരും അപ്പം അന്നും വരും. നമുക്കെന്നാൽ ഈ പാർക്കിന്റെ ഉള്ളിൽ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കണ്ട് കറങ്ങി കാണാലോ. ഇത് വേറൊരു ഭംഗിയാട്ടോ. ഈ പാർക്കിൻ്റെ അകത്തുള്ളൊരു നടപ്പാത പോലത്തെ സംഭവമാണ്. അതിൻ്റെ 2 സൈഡും ബോഗൻവില്ലെല്ലാം നട്ടിട്ട് നല്ല രസമാണ് കാണുക. ഇത് ഏകദേശം 1 കിലോമീറ്ററിന് മേലെ ഉണ്ട് തോന്നുന്നു അല്ലേ സുഭാഷേട്ടാ? എന്നാ ഭംഗിയാണ്. ഈ വ്യൂ എന്തുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇവിടെ നമ്മളെ ഇഷ്ടപ്പെട്ട ബോഗൻവില്ല കംപ്ലീറ്റ് വള്ളി പോലെ പടർത്തിട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടാ രണ്ട് ഭാഗത്തും ബോഗൻവില്ല കയറ്റി വെച്ചിട്ടുണ്ട്. അല്ല ഇപ്പൊ നിങ്ങക്ക് രണ്ടാക്കുന്ന ഒന്ന് ഫീൽ എന്നാ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 11ാമത്തെ വർഷത്തിലേക്ക് മെയ് 15-ന് 11 വർഷം. അതെയാ? എന്നിട്ട് എന്നാ രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനല്ലേ? അത് ഈ നമ്മളെ ഫാമിലി യൂട്യൂബ് ഫാമിലിയിലുള്ളവർക്കും കൂടെ അറിയാലോ.
നിങ്ങളെ വേറെ ചോദ്യം ചോദിക്കാം നിങ്ങളോട്. നിങ്ങളിപ്പോ 11 വർഷമായി. എല്ലാവർക്കും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടൂല. ഇത് ഭാഗ്യം തന്നെ പറയണം. കാരണം ഇത്രയും കാലം സുഖം സന്തോഷം, അതിനിടയ്ക്ക് 2 മക്കൾ വന്ന് ഇങ്ങനെ പോവാനുള്ള കുറച്ച് അല്ല, എന്തായാലും കുറച്ച് ദേഷ്യവും വെറുപ്പും അടിയെല്ലാം ഉണ്ടാവും. അതെല്ലാം ഉണ്ടെങ്കിലേ പിന്നെയും സ്നേഹത്തിന്റെ ശക്തി കൂടും. ആ അല്ല, ഇതിന്റെ ഒരു രഹസ്യം പറ, കാണുന്നവർക്ക് ഉപകാരപ്പെടുമല്ലോ. മനസ്സിലാക്കുക, പരസ്പരം മനസ്സിലാക്കുക, അതാണ് ആദ്യം വേണ്ടത് അല്ലേ? പങ്കാളി എത്തരത്തിലുള്ള ആളാണ്, എങ്ങനെയുള്ള ആളാണെന്ന് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. വേറെ പ്രശ്നമില്ല, അതിനെപ്പറ്റി വേറെ അതിനെപ്പറ്റി സംഭവിക്കാറില്ല. വലിയ മലവരിക്കുന്ന പരിപാടി ഒന്നും അല്ലല്ലോ. കറക്റ്റ് അത്. അപ്പൊ എല്ലാരും നോട്ട് ദ പോയിന്റ് കേട്ടാ. മനസ്സിലാക്കുക, ആദ്യം പഠിക്കുക. നമുക്ക് കാഴ്ചകൾ വീണ്ടും കാണാട്ടാ. നമ്മളെ നാട്ടിലുള്ള അലസി, മെയ് ഫ്ലവർ എന്നെല്ലാം പറയുന്ന സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. പൂത്ത് കിടക്കുന്നുണ്ടാ മൈന. അരങ്ങനെ കേട്ടാ. ഇവിടെ കമിതാക്കൾക്കെല്ലാം വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടാ. ഭാര്യ ഭർത്താക്കന്മാർക്കും വരാം, എല്ലാവർക്കും വരാം. കണ്ടോ ചങ്ങായിമാരെ, പാർക്കിൻ്റെ ഉള്ളിലോട്ടാ. നേരെ ശരിക്കും എടുക്കാൻ പറ്റില്ല എനിക്ക്. നല്ല രസമില്ല കാണേ. ട്രെയിൻ ചങ്ങായിമാരെ ഫ്ലൈറ്റ് പോകുന്നുണ്ടാ. ഷാർജ എയർപോർട്ടിൻ്റെ അടുത്ത് നമ്മളുള്ള കേട്ടാ. ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഫ്ലൈറ്റ് കാണുന്നില്ല. നല്ല രസമില്ല കാണാൻ. സൂര്യൻ അസ്തമിക്കാനായി കേട്ടാ. ചങ്ങായിമാരെ, ഇവിടെ ലുഗിമാത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടാ, കഴിക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാലോ. നമ്മളീ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളേ ഇവർ ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് കാണാം. ഇവിടെ വരുമ്പോൾ ഇത് മേടിച്ചൊന്നുമില്ല. അത് സാധനത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഇപ്പം ഗ്ലോബൽ വില്ലേജ് പോയി കഴിഞ്ഞാൽ ഇത് എപ്പോൾ വാങ്ങും. പിന്നെ അതിനുശേഷം ഈ സാധനം ഇവിടുന്ന് കിട്ടാൻ തുടങ്ങിയത്. അത് ഇടയ്ക്ക് ഇവിടുന്ന് പറഞ്ഞു 10 റംസിന് 20 റംസിന് 30 റംസ്. ഗ്ലോബൽ വില്ലേജ് കുറച്ചും കൂടി ആ ഒരു സമയം തന്നെ ഡിമാൻഡിൻ്റെ ഒരു സമയമാണ്. എല്ലാവരും തണുപ്പ് സമയത്ത് പോയി കഴിഞ്ഞാൽ ചൂടോടെ എത്തുമ്പോൾ ഒരു ഭയങ്കര വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അത്രേ ഉള്ളൂ, 10-20 ഒരു നല്ല ടേസ്റ്റ് സാധനം കാണാതെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതാണ് കേട്ടാ ഉണ്ടാക്കുന്നത്. എന്നാ നിന്റെ കൂട്ട് പറഞ്ഞാൽ പറ്റുമോ? നിങ്ങൾക്ക് പറയില്ല, രഹസ്യ ട്രേഡ് സീക്രട്ടാണ്. എന്തായാലും നമുക്ക് അറിയണ്ട, നമുക്കിത് ആക്കുന്ന കണ്ടാ പൊന്തി വരും കേട്ടോ. അതാണ് നിന്റെ ഇത് അറബിക് ഡിഷാന്ന് തോന്നുന്നു അല്ലേ? ലുഗിമാത്ത് തേനിൽ വെച്ചിട്ട് അങ്ങനെ ഇതും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. നിങ്ങളെ പേര് പറയാൻ പറ്റുമോ? അഷ്റഫ്. എവിടെയാ സ്ഥലം? അല്ല, ഷാർജല്ല, നാട്ടിലെവിടാ? നാട്ടിലല്ല പറയണ്ടേ, നമുക്ക് നാട്ടിലല്ല അറിയണ്ടേ? കണ്ണൂര്. നമ്മളെ നാട്ടിൽ തന്നെ. അപ്പോൾ നമ്മളെ സ്വന്തം നാട്ടുകാരാണേ. ഫുൾ സപ്പോർട്ട് ചെയ്യണം. ഇവിടെ വരുന്നവരെല്ലാം ഇത് 2-3 പ്ലേറ്റ് മേടിച്ച് തിന്നണം അല്ലേ? ടേസ്റ്റും ഉണ്ടാവും. നമുക്ക് നോക്കാം, എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ബാക്കി. ഒരു ദിവസം എത്ര കസ്റ്റമർ വരുത്തുന്നുണ്ട് ഏകദേശം ഇത് മേടിക്കാൻ? വീക്കെൻഡിൽ നല്ല ആളുണ്ടാവും അല്ലേ? വരുന്നവരിൽ ഇത് മേടിക്കലുണ്ടോ? എത്ര? അടിപൊളിയല്ലേ? ബോള് പോലെ പൊന്തി വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ രഹസ്യം ഇവര് പറഞ്ഞതല്ലേ, നമുക്ക് വീട്ടിൽ നിന്നെല്ലാം ആക്കി വെക്കാം. യൂട്യൂബിലുണ്ട് പോലും കേട്ടോ ഇത്. സംഗതി ആയിന്നാ ഇവര് പറയുന്നത് കേട്ടോ. നമ്മളെ നാട്ടുകാരെ ആള് പൊളിയാട്ടോ. ആള് സംഭവമാണ് കേട്ടോ.
ടേസ്റ്റ് കിട്ടും അല്ലേ? ഹണിയും ആക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഡേറ്റ് സിറപ്പ് ആക്കി പിന്നെ ഹണി. ഇതെന്താ സാധനം? വെള്ളം സിംസിം സീഡ് കേട്ടോ. കുത്താനുള്ള കൊള്ളി സംഭവം പൊളിയാന്നേ. ഞാൻ വരാം. എന്നാ നമുക്കിത് കഴിക്കാം. ടേസ്റ്റ് എന്തുണ്ട് നോക്കാലോ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. മക്കളെ കാണിച്ചോ. കുഞ്ഞു ടേസ്റ്റ് ഉണ്ടാ? അടിപൊളിയാ. ദിയാര ടേസ്റ്റ് ഉണ്ടാ? തിന്നാ? തിന്നോക്കിയാ? ചൂടുണ്ടോ? മനോഹരമായ ബോഗൻ വില്ലകളിലെ നടുക്കൂടെ നടക്കണം. നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. നല്ല രസമല്ലേ ചെടികൾ, പൂവ്. ദേവിക് സുഭാഷ് ചൂട് പോയാ? ടേസ്റ്റ് ഉണ്ടാ? അടിപൊളിയാ. ഇനി ദിയാര സുഭാഷ് ടേസ്റ്റ് ഉണ്ടാ? തിന്നിട്ട് ടേസ്റ്റ് ഉണ്ടാ? അടിപൊളിയാ. എനിക്ക് ഈ സ്ഥലത്ത് വന്നിട്ടില്ലേ, പിന്നെ ഈ ഒരു കാഴ്ച കണ്ടായിരുന്ന ഓർമ്മ വന്നു തരാം. നിങ്ങൾക്ക് എന്താ ഓർമ്മ ചോദിച്ചോ? ഇപ്പം നമ്മളെ ഇന്ത്യയിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഓർമ്മ വന്നില്ല. കാണിക്കാൻ കഴിയില്ല. നമ്മളെ പിന്നെ പഹൽഗാമിന്റെ ആ ഒരു ചെറിയ പ്രദേശം, ആ ഒരു അതാണ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കയറി വന്നത്. അല്ലേ? ചെരിഞ്ഞ സ്ഥലവും ഇതെല്ലാം പുൽമേട് ഒരു ഹൈ പോയിന്റിൽ ഇതേപോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഫ്ലൈറ്റ് പോകുന്നുണ്ടോ? എങ്ങനെ ഏതാ ഫ്ലൈറ്റ്? എയർ അറേബ്യ. ലാൻഡിങ്ങിന് പോന്നെയാ? ചിന്ന നമുക്ക് ഇങ്ങനെ കറങ്ങാൻ നമ്മൾ കണ്ട സ്ഥലത്തിനെക്കാട്ടിയും കൂടുതൽ ഒരുപാട് കാണാത്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതാ ഒരുപാട് ഏക്കർ കണക്കിനുള്ള പാർക്കായിരുന്നു. നമുക്ക് പറ്റുന്ന സ്ഥലമെല്ലാം കാണാം. ഇതിനകത്തെല്ലാം മുന്നേ വെള്ളം ഉണ്ടായിരുന്നു അല്ലേ? താറാം അരയന്നെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. അത് ഓരോ ബിൽഡിങ്ങിന്റെ മിനിയേച്ചർ രൂപ കേട്ടോ ആക്കി വെച്ചിട്ടുള്ള അവിടെ നമുക്ക് പോയിട്ട് നോക്കാം. ഇതെല്ലാം മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല. എന്താ സംഭവം എന്ന് അറിയില്ല. നമുക്ക് ഈ ബ്രിഡ്ജിന് മേലോട്ട് കയറിയിട്ട് അപ്പുറം പോകാലോ, മിനിയേച്ചർ രൂപം കാണാൻ. ഇതിൽ വെള്ളം ഉണ്ടാ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ.
എങ്ങനെയുണ്ട്, രസമുണ്ടോ ചങ്ങായിമാരെ? ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ മിനിയേച്ചർ രൂപം. പ്രാവിന് കാര്യമായി കേട്ടോ, ഇതാക്കിയോട്ട് പ്രാവ് കൂട് കെട്ടിട്ടുണ്ടായിരുന്നില്ല. പ്രാവിൻ്റെ കൂടിന് വേണ്ടി തന്നെ ആക്കി ഞാൻ തോന്നിട്ടാ. ഇവിടെ ഉണ്ട്, അപ്പുറത്തെല്ലാം ഉണ്ട് കേട്ടോ. പകലിനെ തഴുകി തലോടി ഉറക്കിക്കൊണ്ട് സൂര്യൻ അങ്ങനെ പോയി. ഇപ്പോൾ ചന്ദ്രൻ വന്നു കേട്ടോ. ഇനി ചന്ദ്രൻ്റെ സമയം അല്ലേ സുന്ദരി? ഉണ്ടോ ചങ്ങായിമാരെ ചന്ദ്രൻ? കറങ്ങിയതാ, നീതും കയറി കറങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കയറുന്നാ? അവർ രണ്ടാളും കയറി കേട്ടാ. നമ്മളെ കൂടെ വരാനും ആരുമില്ല, നമ്മളെ കറക്കാനും ആരുമില്ല. അവർക്ക് അടുത്ത സുഭാഷ് ഏട്ടനാകെ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. എനിക്ക് വേണ്ട, അത് വരുന്നുണ്ട്. നാട്ടിൽ കാത്തിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ തിന്നട്ടെ. അടിപൊളി ചങ്ങായി മാറ. അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ, ഫ്രഞ്ച് ഫ്രൈസ്. ഇത് ഈ അല്ലേ? ഇത് ഇവി. നമുക്കിനി അങ്ങനെ വിളിക്കാം കേട്ടോ. ഇവരെ ദിയാര ദേവിക് സുഭാഷ് എന്നൊന്നും പറയുമ്പോൾ ഒരുപാടാകുന്നു. തിന്നോക്കിയാ? ചൂടുണ്ടാ? പൊള്ളുന്നുണ്ട്? ഇവി തിന്നാ? ടേസ്റ്റുണ്ടാ? പൊള്ളുന്നില്ല. എന്താ ഫ്ലൈറ്റ് കാണുവാ? ഫ്ലൈറ്റ് കാണൂലപ്പാ, അത് ലാൻഡിങ് അല്ല, ടേക്ക് ഓഫ് ആണ്. ചങ്ങായി മാറേ, നമ്മളിതാ തിരിച്ചു പോക്കാട്ടാ. ഇനി പോന്ന പോക്ക് നമുക്ക് രാത്രിയിലെ ഷാർജാന്റെ കാഴ്ചകളും കണ്ടുകൊണ്ട് പോവാട്ടാ. നിശാ കാഴ്ച അല്ലേ? നല്ല രസമാണ് കാണാൻ. ലൈറ്റിലിട്ട് നമ്മൾ ഒരിക്കൽ കണ്ടു എയർപോർട്ടിൽ നിന്ന് പോകുന്ന പോക്ക്. ഒരിക്കലും കൂടി കാണാം. പാർക്കിന്റെ പുറത്തുനിന്നുള്ള രാത്രിയത്തെ വ്യൂ ഉണ്ടോ? ഇറങ്ങിയില്ല ചങ്ങായിമാരെ? ചങ്ങായിമാരെ ഒരു ഫ്ലൈറ്റ് വരുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയമായി വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. അങ്ങനെ ഒടുവിൽ ഇതാ ഫ്ലൈറ്റ് വന്നെത്തിയിട്ടുണ്ട്. ഇറങ്ങാൻ വേണ്ടിയുള്ള പോക്കാണ് കേട്ടോ. കണ്ടോ ചങ്ങായിമാരെ? വീണ്ടും രാത്രിയത്തെ വ്യൂവിലെത്തിയിരിക്കുന്നു നമ്മൾ. എനിക്ക് ഈവനോട് ഇവിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളോട് രണ്ടാളോട് ദേഷ്യം കേട്ടാ. എന്തിനാ ചോദിക്ക്? ചോദിച്ചില്ല.
പള്ളി കണ്ടാ, പള്ളിക്ക് ലൈറ്റെല്ലാം ഇട്ടിട്ട് കാണാൻ ഒരു പ്രത്യേക അരങ്ങാട്ടാ. കണ്ടാ ചങ്ങായിമാരെ, വേറെ തന്നെ രസമില്ല കാണാൻ. ആ ലൈറ്റും അരങ്ങാന്ന് കേട്ടാ. കാണില്ലേ അങ്ങ് പള്ളി കണ്ടാ, പള്ളി കാണാൻ രസാ. അപ്പൊ ചങ്ങായി പറയതാ, ഇവർക്ക് രണ്ടാക്കും എന്തോ പറയണ്ടല്ലോ, പറഞ്ഞോ. പറ. ആ ഇനി നമുക്ക് പറയാം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടാ. നമ്മള് എപ്പം പറയുന്ന തന്നെ നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അല്ല സോഷ്യൽ എന്താ പറയാ, സൂപ്പർ അല്ലേ? അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടാ. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം നിജിയും ഈയും ഇവിയും സുഭാഷ്. ബൈ ബൈ.